ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ച് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണ പരിപാടിയില്ലേ, അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ടിപ്സും ട്രിക്സൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ചോറിൻ്റെ കൂട്ടാമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് അവിടുത്തെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധം കഴിഞ്ഞ അവസ്ഥയാണല്ലേ. എല്ലാ സാധനങ്ങളും വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, എളുപ്പത്തിൽ എന്ന് പറയുന്നില്ല കേട്ടോ, അത്ര ഈസി ഒന്നല്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മളൊക്കെ മടി ഉണ്ടെങ്കിൽ തീരെ ഇതൊന്നും പറ്റില്ല. അപ്പം നമ്മൾ മനസ്സിൽ നിന്ന് ആദ്യം തന്നെ മാറ്റി വെക്കേണ്ടത് മടിയാണ്. അതുപോലെ തന്നെ നമുക്ക് എത്ര ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അതിനോടൊരു സ്നേഹമൊക്കെ കാണിക്കുക ആ ചെയ്യുന്ന കാര്യത്തിനോട്. അപ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പോൾ അടുക്കളയിലത്തെ ചോറ് പണിയും കൂട്ടാൻ പണിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക അത് കുറച്ച് പാത്രമല്ലേ കഴുകാനുള്ളൂ, അത് നമുക്ക് പിന്നെ ആയാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഇടുകയാണെച്ചെങ്കിൽ പിന്നെ നമ്മളത് ഉച്ചയായാലും 4 മണിയായാലും രാത്രി ആയാലും ഒക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കും. നമുക്ക് വേറൊരാളും സഹായത്തിനില്ലെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ചെറിയ പാത്രത്തിലാക്കിയിട്ട് മാറ്റി ഒഴിച്ച് വെക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാത്രങ്ങൾ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുമ്പോൾ സ്ഥലം കൂടുതൽ പോവും ചെയ്യും. അതുപോലെ തന്നെ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് നീറ്റായിട്ടിരിക്കാൻ ചെറിയ പാത്രങ്ങളാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള പാത്രങ്ങൾ വെള്ളം ഒഴിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഇതൊക്കെ വെള്ളം ഒഴിച്ചിടുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകണ നേരം ആകുമ്പോഴേക്കും അതിൻ്റെ എല്ലാതും ക്ലീനായിട്ടുണ്ടാവും. അതായത് ക്ലീനാക്കാനൊക്കെ സുഖമായിരിക്കും. അപ്പോൾ മീനിൻ്റെ ചട്ടിയും അതുപോലെ മീൻ വറുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പാത്രങ്ങളുടെ കൂടെ ആകുമ്പോൾ ആ മീനിൻ്റെ മണം ഉണ്ടെങ്കിൽ അത് മറ്റുള്ള പാത്രങ്ങളിൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് സിങ്കിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനിൻ്റെ പാത്രങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്ക് അതിലും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലത്തെ പറ്റിപ്പിടിച്ചിട്ട് ഇരിക്കണ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെൽട്ടായി കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇറക്കി വയ്ക്കണതാണ് പാത്രങ്ങൾ. അതായത് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പാത്രങ്ങൾ, മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും അതുപോലത്തെ പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പാത്രങ്ങൾ നമ്മൾ ഇതുപോലെ താഴേക്ക് ഇറക്കി വയ്ക്കും. അത് അപ്പം തന്നെ എടുത്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ താഴ്ത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മുകളിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ അതിൽ അഴുക്കൊക്കെ പറ്റാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് വെറുതെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കത് നമ്മൾ എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാം. ഇപ്പുറത്തെ സൈഡിൽ ഇതേ വെളിച്ചെണ്ണ കുപ്പി അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് അതിൻ്റെ സ്ഥലത്ത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് എപ്പോഴും അതിൽ നുറുക്കിയിടുകയാണ് കഷ്ണങ്ങൾ വേസ്റ്റൊക്കെ ഇടാനിട്ട് നല്ലത്. ചില ടൈമിലൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ആകെ വാരി വിതറിടാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വേസ്റ്റ് പാത്രങ്ങളിലൊക്കെ ഉണ്ടാവും. അതായത് കഴുകാടുന്ന പാത്രങ്ങളിൽ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് സിങ്കിലേക്ക് ഇടാണ്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഡയറക്റ്റ് അത് സിങ്കിലേക്ക് ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വെള്ളം പോണ സൈഡിലേക്ക് ഇടുന്ന ബ്ലോക്കാവും. അതുപോലെ തന്നെ പൈപ്പ് ബ്ലോക്കാവും. പിന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കണമെങ്കിൽ ഇരട്ടി പണി ചെയ്യണം. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ആദ്യം തന്നെ മാറ്റിയിടണം കേട്ടോ. വേസ്റ്റുള്ളത് കുട്ടികൾ ഭക്ഷണം കഴിച്ചതായാലും അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇലകൾ, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചിലപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ബാക്കി അങ്ങനെ വെച്ചിട്ട് അതിൽ തന്നെ കൊണ്ടുവന്നിടും. അപ്പോൾ അതൊക്കെ വെള്ളം അങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ആദ്യം തന്നെ മാറ്റി കൊടുക്കുക. അപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇനി ഇരിക്കുന്നത് പച്ചക്കറിയാണ്. അതായത് കുറച്ച് പച്ചമുളക് ഇരിക്കുന്നുണ്ട്, വഴുതനങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്ന് കൊടുന്നിട്ടുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ വെക്കാനുള്ള കൗണ്ടർ ടോപ്പിൽ കൊടുന്നിട്ട് അങ്ങനെ ഇടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തിട്ട് അതിൻ്റേതായ സ്ഥലത്ത് വെക്കുക. ചിലപ്പോൾ ഗ്രോസറി ഐറ്റംസ് ആവാം, അതുപോലെ തന്നെ വെജിറ്റബിൾ ഒക്കെ ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥലത്തെടുത്ത് വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ വെച്ചാൽ ബോട്ടിൽ ഇടാനുള്ളത് ബോട്ടിൽ നിറച്ച് വയ്ക്കുക. അതൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് വൃത്തികേടായിട്ട് എവിടെയെങ്കിലും ഇരിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തികേടാണെന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ല നമ്മൾ അത് പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറന്നു പോവും. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ അത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചൊന്നും വരില്ല.
അപ്പോൾ അങ്ങനത്തെ നമ്മൾ പെട്ടെന്ന് കണ്ണിയെ കാണുന്ന അഴുക്കുകളായാലും ഇതായാലും നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പാത്രം കഴുകിയിട്ടില്ല, അതിന് മുന്നേ തന്നെ ഞാൻ സ്റ്റൗ ടോപ്പും കൂടിയും ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രില്ല് അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വെറുതെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാത്രം കഴുകി എടുക്കുമ്പോഴേക്കും ഇത് അവിടെ ഇരുന്ന അതിലത്തെ അഴുക്കളും ഇതൊക്കെ ഉള്ളതൊന്ന് ഇളകി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ആദ്യം തന്നെ ഒന്ന് റബ്ബ് ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ സിങ്കിൽ കഴുകാണ്ടിനെക്കാട്ടി മുന്നേ നമ്മൾ എടുത്ത് വലിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് നോക്കുക. ചില പാത്രങ്ങൾ നമ്മൾ വലിച്ചിടും, ചിലപ്പോൾ യൂസ് ചെയ്യില്ല, നമ്മളത് അങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പം നമ്മളത് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളതൊന്ന് വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കഴുകി കൊടുത്തിട്ട് എടുത്ത് വയ്ക്കാം. നമ്മളുടെ പണി അങ്ങനെയുള്ള പാത്രങ്ങൾ എടുത്ത് വലിച്ചിടുമ്പോൾ നമ്മളുടെ പണി ഇരട്ടിക്കുകയാണ് ചെയ്യണത്. നമ്മളതൊക്കെ എടുത്ത് വീണ്ടും കഴുകി വയ്ക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം നമ്മളതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് എപ്പോഴും കുക്ക് ചെയ്യാനും ഇതൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്ക് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം, അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഏതാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. നമുക്കിത് ഇതുപോലെ തന്നെ ഒരു ബോട്ടിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ മൂന്നും കൂടി മിക്സ് ചെയ്ത് വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഉപയോഗിച്ചിട്ട് പാത്രങ്ങൾ കഴുകി കൊടുക്കാം. അപ്പോൾ പാത്രങ്ങളിലത്തെ എണ്ണമെഴുക്കുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടാനും അതുപോലെ പാത്രങ്ങൾക്ക് ഒരു തിളക്കം കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ മീനിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പാത്രങ്ങളിൽ അതൊക്കെ മാറിക്കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ മീനിൻ്റെ പാത്രങ്ങൾ ഇതിൽ കൂടെ കൂട്ടിയിട്ടിട്ടില്ല, എന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലേറ്റിലൊക്കെ മീനിൻ്റെ ഇതുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ലിക്വിഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളെ പാത്രങ്ങൾ നല്ല എന്താ പറയുക നല്ല ഷൈൻ ചെയ്യണ പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മളെ കത്തി അതുപോലത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഇതിൽ ഇടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, സിങ്കിൽ ഇടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പെട്ടെന്ന് പാത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ കൈ മുറിയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ തുടച്ച് വെക്കാനുള്ള ടവലുകൾ നമ്മൾ തലേസത്തെ ടവലുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. പുതിയ ടവൽ എടുത്തിട്ട് നമ്മൾ പാത്രങ്ങൾ തുടയ്ക്കുക. ഒരു ദിവസം യൂസ് ചെയ്ത ടവൽ ഒരു ദിവസം മാത്രം യൂസ് ചെയ്യുക. നമ്മൾ അത് പിറ്റേ ദിവസം യൂസ് ചെയ്യുമ്പോൾ അതിൽ അണുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ മീൻ വറുത്തിട്ടുണ്ടായിരുന്ന പാത്രമാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിമ്മും വെള്ളം അതുപോലെ തന്നെ വിനാഗിരിയും യൂസ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ വിമ്മിൻ്റെ ഉപയോഗം കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മളെ പാത്രങ്ങളിലത്തെ എണ്ണമയം പോകാനും മീനിൻ്റെ സ്മെല്ല് മാറാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഇത് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് മീൻ ചട്ടിയാണ് കഴുകാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ അത് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി കൊടുക്കുകയാണ്. അപ്പോൾ മൺപാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെച്ചെങ്കിൽ അരിപ്പൊടി ഇല്ലെച്ചെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. അല്ലെച്ചെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി അത് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ പ്രില്ല അല്ലെച്ചെങ്കിൽ വിമ്മൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകുമ്പോൾ നമ്മൾ ഈ സോപ്പിൻ്റെ അംശം മണ്ണ് വലിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വീണ്ടും അത് നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി കൊടുക്കാം. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്റ്റൗവിൽ സോപ്പും അതുപോലെ തന്നെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് നന്നായി ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക, ഉരച്ച് ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ അതിൽ കോറൽ വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് മറ്റേ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബല്ലേ അത് യൂസ് ചെയ്തിട്ടൊന്ന് കഴുകി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് ഉരച്ചെടുത്തു. അതിന് ശേഷം ഞാൻ ഇത് തുണി ഉപയോഗിച്ചിട്ടാണ് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കഴുകിയെടുക്കുകയാണെങ്കിൽ മൊത്തം കൗണ്ടർ ടോപ്പിൽ വെള്ളാവാനുള്ള സാധ്യതയല്ലേ. അപ്പോൾ വെറുതെ തുണി എടുത്തിട്ടാണ് ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക. വെറുതെ തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കും. നന്നായി തുടച്ചെടുക്കട്ടെ.
അപ്പോൾ സ്റ്റവ് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യണ ഒരു കാര്യം ഓപ്പോസിറ്റ് സൈഡ് തുടച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റവിൻ്റെ നേരെ ഉള്ള ചുമര് അവിടെ മീൻ വറക്കുമ്പോഴൊക്കെ തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ കാലത്തും വൈകുന്നേരം സ്റ്റവ് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ആ സൈഡും കൂടി എന്നും ക്ലീൻ ചെയ്യും. അത് കാരണം അവിടെ നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ എന്താ പറയുക, അവിടെ വെള്ള ടൈലും കൂടിയായ കാരണം നമ്മൾ ഒരു ദിവസം വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ജാതി എന്താ പറയുക കറുത്ത പുള്ളിയോ വേണ്ട ചുവന്ന പുള്ളിയോ വേണ്ട ആകെ പുള്ളി കുത്തിയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഡെയിലി അത് നമ്മൾ തുടച്ചിടുകയാണ് വെച്ചെങ്കിൽ നല്ല നീറ്റായിട്ട് കിടന്നോളും. അപ്പോൾ നമുക്കതൊരു വൃത്തികേടായിട്ട് തോന്നില്ല. അപ്പോൾ ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ അടിയിലും അതുപോലെ തന്നെ എല്ലാ സൈഡും മാറ്റി വെച്ചിട്ട് തുടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് തുടച്ചു കൊടുക്കുമ്പോൾ ഗ്രാനൈറ്റിനൊക്കെ വിനാഗിരി യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം അതുപോലെ തന്നെ വിമ്മോ അല്ലെങ്കിൽ പ്രില്ലോ യൂസ് ചെയ്തിട്ടുള്ള സ്പ്രേ അടിച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും തുടച്ചു കൊടുക്കാം. അപ്പോൾ ഡെയിലി ക്ലീനിങ്ങിൽ ഞാൻ വെറുതെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് തുടച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇനി സിങ്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൽ ഇന്ന് മീനൊന്നും ഇല്ലാത്ത കാരണം ഞാൻ വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണുള്ളൂ. നൈറ്റിൽ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ വിമ്മും യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വെറുതെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് ഉരച്ചു കൊടുത്ത് ക്ലീൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനിയുള്ളത് കിച്ചൻ്റെ ജനാലയുടെ സൈഡാണ്. അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അവിടെ ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു പൊടി പോലെ ഇങ്ങനെ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഡെയിലി അത് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതൊരു വൃത്തികേട് പോലെ തോന്നണ കാരണം ഞാൻ അത് ഡെയിലി തന്നെ തുടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ രാവിലത്തെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു. ഇത് വളരെ എളുപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ മനസ്സ് വെച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ടിപ്സുകളും ട്രിക്സൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് വളരെ വിലപ്പെട്ടതാണ്. അത് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും വീഡിയോ ഇഷ്ടമാവില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.